ഹലോ, അസ്സലാമലൈക്കും. ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കറിയാട്ടോ. നോക്കിക്കോളി എന്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ അതാ ഒരു കുക്കർ എടുത്ത് ഇതാ പടവലം, മുരിങ്ങാക്കായി, മുരിങ്ങാക്കായി ഒരു മുരിങ്ങാക്ക, ഒരു പടവലത്തിൻ്റെ പകുതി, ഒരു 4 ചക്കക്കുരു, ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ഇത് ഞാൻ കാണിച്ചേ. ഇതിലേക്ക് കുറച്ചുകൂടി സാധനം ഇല്ലാണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ അടുപ്പത്ത് വെക്കുക. ചക്കക്കുരുട്ട്, ചക്കക്കുരുവൊക്കെ നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടിയോ? നമുക്ക് ചെറിയൊരു കുറച്ച് കിട്ടിയെന്നിട്ട് ചെറിയൊരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുരുവാണ്. അപ്പോൾ ഞാൻ പരിപ്പും ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇതിലല്ല, പരിപ്പ് ഞാൻ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി വേവ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചതാട്ടോ. അപ്പോൾ അതാ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഈ കുക്കറിലേക്കാണ്ട് ഇടുക നമ്മൾ. ഒറ്റ വിസിൽ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി. പിന്നെ ഒരു വിസിൽ അടിച്ചേക്കിന് തന്നെ അത് തുറക്കണം കേട്ടോ, അല്ലെങ്കിൽ വേവേറും. തക്കാളി നമ്മൾ ഇതിലിടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലേശം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെക്കുക. നല്ലൊരു കറി കേട്ടോ, അതെല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലത് അറിയാപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ആദ്യം കൂട്ടിയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ നല്ല കറിയാണ്. അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം മതി. ഞാൻ പരിപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്രയും വെള്ളം വെച്ച് നമുക്കൊന്ന് അടച്ച് ഒരു വിസിൽ, ഒറ്റ വിസിൽ മാത്രം മതി. പിന്നെ നിങ്ങളോടിപ്പോൾ ചോദിക്കാനുള്ളതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ, നമുക്കൊക്കെ സുഖമാണ്. നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇതൊരു വിസിൽ അടുപ്പിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കണം. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചതാണ്. ഇനി ഒന്നും കൂടി വിസിൽ വരുമ്പോൾ അത് പറ്റ കലങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പരിപ്പ് വേറെ വേവിച്ചെടുത്താൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നായിട്ട് വേവിക്കാം കേട്ടോ, അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതെന്ന് മാത്രം. അപ്പോൾ ഞാനിത് അരക്കാൻ പോവുകയാണ്. ഒരു 4 വറ്റൽമുളക്, ഒന്ന് ചെറുതാട്ടോ, കുഞ്ഞീതാ. പിന്നെ ചെറിയ ചുമന്ന ഉള്ളി, ഒരു വെളുത്തുള്ളി അല്ലി, ഇച്ചിരി ജീരകം ഇടണം, ഒരു പിഞ്ച് ചെറിയ ജീരകം കേട്ടോ, ചെറിയ ജീരകം. അപ്പോൾ അതൊന്ന് അരക്കട്ടെ. മുളകിട്ട് തേങ്ങ ഒരു മുറി തേങ്ങ ഉണ്ട് കേട്ടോ, വലിയൊരു മുറി തേങ്ങ ഉണ്ട്. ഒരു തേങ്ങൻ്റെ പകുതി, ഒരു മുറി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതി ചോദിക്കാൻ നിൽക്കണ്ട. അപ്പം അതാ തേങ്ങ കുറച്ചൊരധികം വേണം കേട്ടോ, തീരെ കുറവാക്കണ്ട. നമ്മളൊരു പിഞ്ച് മഞ്ഞളിട്ട് അടുപ്പത്ത് വെച്ചു. ഒരു പിഞ്ച് മഞ്ഞൾ ഇതിലൂടുണ്ട്. ഒരു കുറച്ച് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് ആക്കിയിട്ട്. അപ്പം അതാ ഇത് വെന്തു. ഞാനൊരു ചട്ടിക്ക് ഒഴിക്കുക കേട്ടോ, ഇതിക്ക് കാണൂല. അപ്പം അതുകൊണ്ട് ഞാൻ വേവിച്ച് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കരണ്ടും പോയോ?
കറണ്ട് പോയതാണ് മക്കളെ. നല്ല വെളിച്ചം പോയി. എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പം കറണ്ടാണ് പോകും. ഏതായാലും ഇപ്പം അത് വെന്താണ് ചുരുക്കത്തിൽ പറഞ്ഞു. ലേശം ചൂടുവെള്ളം അതിൽ ഒഴിച്ചാട്ടോ. വേറെ ഒന്നും ഒഴിച്ചിട്ട് ഞാൻ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ അരച്ചെടുത്തതാണ്ട് ഒഴിക്കാം. ഇതുണ്ട് കാണില്ലല്ലോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ, എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല. അപ്പം പരിപ്പ് ഒഴിക്കണമെങ്കിൽ നമുക്ക് പരിപ്പ് വേവിച്ച പരിപ്പും കൂടി ഇതിൽ വയ്ക്കണം. അപ്പം അത് നമ്മളെ കറി തിളച്ചും കൊണ്ടിരിക്കണ്. നാടൻ കറി ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അറിയാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നാണ്ട് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മൾ ലേശം ഉപ്പിട്ടിട്ടുള്ളതിന് ലേശം ഉപ്പിടുകയായി. നമുക്കൊന്ന് വറവിട്ടെടുത്താൽ കറി റെഡി. ഒരു പ്ലേറ്റ് ചോറല്ല, 2 പ്ലേറ്റ് ചോറ് തിന്നും. നല്ല ടേസ്റ്റാണ്. ഉപ്പുണ്ടാകുന്ന നോക്കിയതാട്ടോ. കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ കറി ഒന്ന് തിളച്ച് റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് വറവിട്ടെടുത്താൽ മതി. അപ്പം അതൊന്ന് വറവിട്ടെടുക്കട്ടെ കേട്ടോ. തോനെ സാധനമൊന്നും വേണ്ടേ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. എണ്ണ അല്ല കേട്ടോ, വെളിച്ചെണ്ണ. എണ്ണ എന്നറിയില്ല, നല്ലെണ്ണക്ക് ചില ആൾക്കാർ അപ്പോൾ എണ്ണയാണെന്ന് വിചാരിക്കേണ്ട, വെളിച്ചെണ്ണ. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും കറി ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. ഉണ്ടാക്കി നോക്കണം ഇതേ രീതിക്ക് തന്നെ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുന്നു. നമുക്കൊന്ന് വറവിട്ടെടുക്കാം അല്ലേ. ഏത് തേങ്ങ അരച്ച കറിയായാലും ഒന്ന് വറവിടാൻ ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ലേശം കടുകൊക്കെ ഇട്ട് വറവിടുക. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇത് മാത്രം ഇടണുള്ളൂ ഞാൻ. പൊട്ടാൻ തുടങ്ങണുള്ളൂ കേട്ടോ. പൊട്ടി തുടങ്ങുന്നുണ്ട്. കറി ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടുവയ്ക്കാം. തീയൊക്കെ ഓഫാക്കി ഇത് കണ്ടില്ലേ നമ്മളെ കറി. നല്ല നാടൻ കറി. ഇതിനൊക്കണ കറികളുണ്ടാവും നാടൻ കറിക്ക്. അതാ പറയുന്നത്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
ഇഷ്ടപ്പെടാനാണ് 100% സാധ്യത. പിന്നെ മന്തിയും ഇതൊക്കെ തിന്നണോലാണെങ്കിൽ ഓർക്ക് ചിലപ്പം പറ്റിയില്ല എന്നൊക്കെ വരും കേട്ടോ. നമ്മളെപ്പോലൊക്കെ ഉള്ള ആൾക്കാർക്ക് നാടൻ കറി ഭയങ്കര ഇഷ്ടമല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളൊന്ന് അടച്ചു വെക്കാം. വറവിട്ട അപ്പം അടച്ചു വെക്കണം എന്നൊക്കെ കുറച്ചൊരു 2 മിനിറ്റ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.